ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും അഭിശ്രീ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലിയുള്ളൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നടന്ന വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ ഫാമിലി അസാമിൽ നിന്ന ഫാമിലിയാണ്. ഞങ്ങളുടെ ഞങ്ങളുടെ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ ഫാമിലികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ ഫംഗ്ഷനും ഞങ്ങളെ വിളിക്കും. ഇതുപോലെ ഞങ്ങൾ പോയി എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കും. അങ്ങനെയാണ്. അപ്പം ആ കൊച്ചിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കൊച്ചിൻ്റെ അച്ഛനും അമ്മയും. അത് കഴിഞ്ഞിട്ട് അവനൊരു ചേട്ടനും ഉണ്ട്. ഇവൻ്റെ പേര് ധനുഷ് എന്നാണ്. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മോൻ്റെ പേര് ധനുഷ് എന്നാണ്. അപ്പോൾ അവരാദ്യമായിട്ട് കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ. അടുത്തിനി ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഇനി കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഉത്തർപ്രദേശിലുള്ളൊരു ഫാമിലിയാണ്. ഇതും ഞങ്ങളുടെ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവരുടെ ഫാമിലിയാണ്. അപ്പോൾ ഇവരെ പോലെ തന്നെ അസാമിലുള്ളവരുണ്ട്. നാഗാലാൻഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിയും ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ വർക്ക് ചെയ്യുന്നവരുടെ ഫാമിലി ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ അവരുടെ ഫംഗ്ഷനൊന്നും വിളിക്കാറില്ല. അപ്പം നമുക്കെല്ലാവർക്കും കൂടി ആഘോഷിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളെന്ന് പറയുന്നത് ഇതുപോലുള്ള ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലാതെ ആനിവേഴ്സറി ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ മാത്രമേ നമുക്കിങ്ങനെ ഒത്തുകൂടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫംഗ്ഷൻ കൂടിയായിരുന്നു ഇത്. അങ്ങനെ കൂട്ടുകാരെ, ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തു കേട്ടോ. കുഞ്ഞിന് കൊടുത്തിട്ട് അവന് കേക്കും കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ചെറിയൊരു സ്നാക്സ് കൊടുക്കും. സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഡാൻസ്, പിള്ളേരുടെ ഡാൻസ്, മുതിർന്നവരുടെ ഡാൻസ്, അങ്ങനെയൊക്കെ ഇവരുടെ ഇതിലുണ്ട്. ഇവിടെ ആചാരങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇവരൊക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഡാൻസും പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റുള്ളൂ.
അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. കേക്കും അച്ചപ്പവും മുട്ടായിയും മിക്സറും പിന്നെ ഒരു ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു. അച്ചപ്പം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവരാരും അത് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും എന്നെ കാണിച്ച് കഴിക്കുകയാണ്. അപ്പം ആഹാരമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് ഒരു സ്നാക്സ് കഴിച്ചിട്ട് എല്ലാവരും ഡാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അടുത്തതിൻ്റെ ഡാൻസാണ്. ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് ഡാൻസൊക്കെ അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം കണ്ടിട്ട് വരാം. അപ്പോഴേ ഇത് ഇത്രയും ഡാൻസൊന്നും അല്ല കേട്ടോ, ഒരുപാട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇത്രയും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇതിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആണുങ്ങളും ഡാൻസൊക്കെ കളിച്ചായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ആഹാരം കഴിക്കാനോട്ട് പോയി. ആഹാരം കഴിക്കാൻ പോയപ്പോൾ അവിടെ റൈസ് ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, കടലക്കറി, ഗുലാബ് ജാം, ലഡ്ഡു, പിന്നെ റൈത്ത എന്നൊരു സംഭവമുണ്ട്, അവരുടെ ഒരു കറി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചരിയിൽ പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചിട്ട് കീറെന്ന് പറഞ്ഞൊരു സാധനം അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചിട്ട് പിന്നെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.